നമസ്കാരം, ഞാൻ രജിൻദാസ് MS. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു കുട്ടി ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ജന്മനക്ഷത്രവും ജനിച്ച കൂറും കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രശ്നചിന്തയ്ക്കും ജാതക ചിന്തയ്ക്കുമായി വരുമ്പോഴാകും പലപ്പോഴും ശരിയായ നക്ഷത്രം മറ്റൊന്നായിരുന്നു എന്ന് പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ വളരെ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ തെറ്റിപ്പോകാതെ ജന്മനക്ഷത്രവും കൂറും നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാശികളെ കുറിച്ച് പഠിച്ചു. ഓരോ രാശികളിലും 2.25 നക്ഷത്രം വീതമാണ് വരുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണോ സഞ്ചരിക്കുന്നത് ആ നക്ഷത്രമാണ് കുഞ്ഞിന്റെ ജന്മനക്ഷത്രം. ഈ ചിത്രം നോക്കുക. ഓരോ രാശിയിലും അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ കാണാം. മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ കാൽഭാഗവുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് അശ്വതി നക്ഷത്രത്തിലാണെങ്കിൽ ആ കുട്ടി ജനിച്ച കൂറ് എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിയാണ് ആ കുട്ടിയുടെ ജന്മരാശി അഥവാ ജനിച്ച കൂറായി കണക്കാക്കുന്നത്. ജനിച്ച കൂറിൽ നിന്നാണ് നമ്മൾ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി അല്ലെങ്കിൽ വ്യാഴമാറ്റം മുതലായിട്ടുള്ള ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ പ്രധാനമായും കണക്കാക്കുന്നത്. ഇനി ഒരു നക്ഷത്രം എന്നാൽ 60 നാഴികയാണ്. 60 നാഴികയാണ് ഒരു ദിവസം. നമ്മൾ പലപ്പോഴും കലണ്ടറിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊരു ചിത്രമാകും കാണുക. 2024 മെയ് മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് കരുതുക. നമ്മൾ കലണ്ടർ നോക്കുന്നു. പൂരാടം നക്ഷത്രം. ഇത് കണ്ട് കുഞ്ഞിന്റെ നക്ഷത്രം പൂരാടമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റുപറ്റി. ഉത്രാടമാണ് കുട്ടിയുടെ ശരിയായ നക്ഷത്രം. ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. നക്ഷത്രം നോക്കുമ്പോൾ അതിന് നേരെ എഴുതിയ സംഖ്യ കൂടി ശ്രദ്ധിക്കണം. 1023 എന്നാണ് പൂരാടം നക്ഷത്രത്തിന്റെ നേരെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം പൂരാടം നക്ഷത്രം അന്നേ ദിവസം സൂര്യോദയം കഴിഞ്ഞ് 10 നാഴിക 23 വിനാഴിക വരെ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ നാഴിക വിനാഴികകളെ മണിക്കൂർ മിനിറ്റ് ആക്കിയാൽ നമുക്ക് അന്നേ ദിവസം എത്ര മണി വരെ പൂരാടം നക്ഷത്രമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 2.5 നാഴികയാണ് 1 മണിക്കൂർ. അന്ന് പൂരാടം നക്ഷത്രം 10 നാഴികയ്ക്കുണ്ട്. അപ്പോൾ 2.5 നാഴിക 1 മണിക്കൂറാണെങ്കിൽ 5 നാഴിക 2 മണിക്കൂറും 7.5 നാഴിക 3 മണിക്കൂറും 10 നാഴിക 4 മണിക്കൂറുമാണ്. അന്നേ ദിവസം പൂരാടം 10 നാഴിക 23 വിനാഴികയാണ്. അപ്പോൾ 10 നാഴിക 4 മണിക്കൂറാണെന്ന് നമ്മൾ കണ്ടു. ഇനി 23 വിനാഴികയെ കൂടി കണക്കാക്കണം. ഒരു വിനാഴിക എന്നാൽ 24 സെക്കൻഡാണ്. അപ്പോൾ 23 വിനാഴികയെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 552 സെക്കൻഡ് എന്ന് വരും. ഇതിനെ 60 കൊണ്ട് ഹരിച്ച് മിനിറ്റിലേക്ക് മാറ്റിയാൽ 9 മിനിറ്റും 12 സെക്കൻഡും വരും. അപ്പോൾ മെയ് 27 തിങ്കളാഴ്ച സൂര്യോദയം 6:05 അങ്ങനെ വരുമ്പോൾ അതിനോട് 4 മണിക്കൂറും 9 മിനിറ്റും 12 സെക്കൻഡും കൂട്ടിയാൽ കിട്ടുന്ന 10 മണി 14 മിനിറ്റ് 12 സെക്കൻഡും വരെയാണ് അന്ന് പൂരാടം നക്ഷത്രം. അതിനുശേഷമാണ് കുഞ്ഞിന്റെ ജനനമെങ്കിൽ ഉത്രാടം നക്ഷത്രമാണ് വരുന്നത്. ഇനി എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കുവാൻ ഒരു വഴി പറയാം. നക്ഷത്രം അറിയുന്നതിനായി കലണ്ടറിൽ നക്ഷത്രത്തിന്റെ നേരെയുള്ള നാഴിക വിനാഴിക നോക്കുക. മെയ് 27-ന്റെ ഉദാഹരണം തന്നെ എടുക്കുക. അന്ന് പൂരാടത്തിന്റെ നേരെ 15 നാഴിക എന്നാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12 മണി വരെയേ പൂരാടം നക്ഷത്രമുള്ളൂ എന്ന് മനസ്സിലാക്കണം. പൂരാടം നക്ഷത്രത്തിന്റെ നേരെ 30 നാഴിക എന്നാണെങ്കിൽ അന്ന് വൈകിട്ട് സന്ധ്യാസമയം വരെ അസ്തമയം വരെ പൂരാടമുണ്ട് എന്ന് മനസ്സിലാക്കണം. പൂരാടത്തിന്റെ നേരെ 45 നാഴിക എന്നാണെങ്കിൽ അന്ന് രാത്രി 12 മണി വരെ പൂരാടം നക്ഷത്രം ഏകദേശമുണ്ട് എന്ന് മനസ്സിലാക്കണം. പൂരാടത്തിന്റെ നേരെ 60 നാഴിക എന്നാണ് എങ്കിൽ അന്ന് മുഴുവനും പൂരാടം നക്ഷത്രമുണ്ട് എന്ന് മനസ്സിലാക്കണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.